എൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസസും ഏറ്റവും നല്ല സിനിമകളും സംഭവിച്ചിട്ടുള്ളത് എൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെ കൂടെ തന്നെയാണ്. അതായത് ഞാൻ സാധാരണ ചെയ്യുന്നതിനേക്കാൾ മാറി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പോലും കോൺഫിഡൻസ് ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ നന്നായി ചെയ്തു എന്ന് പിന്നീട് ആൾക്കാർ പറയുന്നത് എന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിനേക്കാൾ ഞാൻ വിശ്വസിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്തിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ചെയ്യാൻ പറ്റൂ എന്ന് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളാണ് പല അങ്ങനത്തെ സിനിമകളും. ഫ്രണ്ട്സിനെ കിട്ടാൻ ശരിക്കും ഭയങ്കര ഭാഗ്യം ചെയ്യണ്ടേ. അത് ഈ പറഞ്ഞ പോലെ ആ ഫ്രണ്ട്സും ഞാനും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അടിസ്ഥാനവും സിനിമ എന്നുള്ളത് തന്നെയാണ്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവരെല്ലാവരും എൻ്റെ കൂടെ പഠിച്ചവരൊന്നല്ല, സുഹൃത്തുക്കളായതും സിനിമയും സിനിമയോടുള്ള ഇഷ്ടവും ഒക്കെ കൊണ്ട് തന്നെയാണ്. മാത്രമല്ല ഇത് മുന്നോട്ട് പോക്കില്ലേ, നമുക്കിപ്പം ടൊവിയെ സംബന്ധിച്ച് ടൊവി പിന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് വരുന്നു, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. നമ്മൾക്കിവിടെ ആരെയും പരിചയമില്ല. നമ്മളിങ്ങനെ ചാൻസ് ചോദിച്ച് നടന്ന് പഠിച്ച ആൾക്കാരെ പരിചയപ്പെട്ട് അവരുടെ സിനിമകൾ അഭിനയിച്ച് അതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞ പോലത്തെ പരിപാടിയാണ്. ഒരു സ്പാർക്കിൽ നിന്ന് ഫയർ ഉണ്ടാക്കിയതാണ്. പിന്നെ വെച്ചാൽ അത് ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്നു, രണ്ടാമത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തും ചെയ്യാം. അങ്ങനെയല്ലേ വേണ്ടത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പോലും നമ്മൾ പൂർണ്ണ മനസ്സോടെ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ലൈഫിൽ എന്താ പിന്നെ ചെയ്യണേ ലൈഫിൽ